My precious children of God, I greet each one of you in the mighty name of our Lord and Savior Jesus Christ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വല്ലഭത്വമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹാശംസകൾ. We are going to meditate today from 2 Thessalonians chapter 3 verse 3. ഇന്ന് 2 തെസ്സലോനിക്കർ 3-ന്റെ 3-ാം വാക്യമാണ് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. It says, "The Lord is faithful. He will establish you and guard you against the evil one." ആ വാക്യം പറയുന്നു, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. This world is full of evil. ഈ ലോകത്തിൽ തിന്മ നിറഞ്ഞിരിക്കുകയാണ്. Around us, people are evil. നമുക്ക് ചുറ്റിലുമുള്ള മനുഷ്യർ പലരും When ദുഷ്ടന്മാരാണ്. we are blessed with the Lord, they are envious of us and they want to do evil things against us. നമ്മൾ ദൈവത്താൽ അനുഗ്രഹീതരാകുമ്പോൾ അവർക്ക് നമ്മോട് അസൂയ തോന്നുന്നു. അവർ നമുക്കെതിരായി പൈശാചിക കൃത്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. Abraham, Isaac and Jacob all were godly people. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അവർ എല്ലാവരും ദൈവമനുഷ്യരായിരുന്നു. They sought the Lord diligently. അവർ തീക്ഷ്ണതയോടെ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിച്ചു. But they have to go through all kinds of evil in their own lives. എന്നാൽ അവർ സ്വന്തം ജീവിതത്തിൽ നിരവധി തിന്മകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. Joseph had so many problems because of his own brothers. സ്വന്തം സഹോദരങ്ങൾ നിമിത്തം യോസേഫ് നിരവധി ദുരന്തങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. They wanted to destroy his life അവർ അവന്റെ ജീവിതം നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. because he was following the Lord carefully along with his father. They wanted to destroy him. കാരണം അവൻ തന്റെ പിതാവിനോട് ചേർന്ന് ശ്രദ്ധയോടെ ദൈവത്തെ അനുഗമിച്ചിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ അവനെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. But read about his life in the Bible, how God protected him. എന്നാൽ ദൈവം അവന്റെ ജീവിതത്തെ എങ്ങനെയാണ് സംരക്ഷിച്ചതെന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. Because he was so careful to follow the ways of the Lord. അതെ, നമ്മൾ അതീവ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ദൈവത്തിന്റെ മാർഗം പിന്തുടരണം. My friends, cling on to the Lord tightly. എന്റെ സ്നേഹിതന്മാരെ, നിങ്ങൾ കർത്താവിനോട് മുറുകെ പറ്റിച്ചേരുവിൻ. All your people from your own home may trouble you. സ്വന്തം ഭവനത്തിൽ നിന്നുള്ളവർ തന്നെ ഒരുപക്ഷെ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടായിരിക്കാം. They may like to destroy your lives. അവർ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുവാൻ Don't be ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. worried. വിഷമിക്കേണ്ട, Look to the Lord. ദൈവത്തിങ്കിലേക്ക് നോക്കുവിൻ. Joseph looked to the Lord. യോസേഫ് ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി. Always he tried to do everything which is pleasing to the Lord. എല്ലായ്പ്പോഴും ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ ശ്രമിച്ചു. Same thing you also do. അതേ കാര്യം നിങ്ങളും ചെയ്യുവിൻ. Do everything pleasing to the Lord. ദൈവത്തിന് പ്രസാദകരമായ സകല കാര്യങ്ങളും ചെയ്യുവിൻ. Read the word of God. വചനം വായിക്കുവിൻ. Follow his way. ദൈവത്തിന്റെ വഴികളെ അനുഗമിക്കുവിൻ. Then the Lord will be with you. അപ്പോൾ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. He will establish your life. ദൈവം നിങ്ങളുടെ ജീവിതത്തെ ശക്തീകരിച്ച് He will ഉറപ്പിക്കും. guard you against all the evil things which are following you. നിങ്ങളെ പിന്തുടരുന്ന സകല പൈശാചിക ശക്തികളിൽ നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കും. In our own lives and in the ministry, we had to go through many evil things. ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിലും ശുശ്രൂഷയിലും നിരവധി പ്രശ്നങ്ങളിലൂടെ തിന്മകളിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടി But വന്നിട്ടുണ്ട്. every time we had the practice of looking unto God and tightly catching his legs. എന്നാൽ ഓരോ സന്ദർഭത്തിലും ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും, ദൈവത്തിന്റെ പാദങ്ങളെ മുറുകെ പിടിക്കും. Prayer. Only through prayer we had the Lord very close to us. പ്രാർത്ഥനയിലൂടെ മാത്രമാണ് ഞങ്ങൾക്ക് ദൈവത്തോട് അടുക്കുവാൻ സാധിച്ചത്. My friends, do the same thing. സ്നേഹിതന്മാരെ, അതേ കാര്യം നിങ്ങളും ചെയ്യുവിൻ. The Lord will not let you down. ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. He is a faithful God. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. Surely you will be out of all your problems. തീർച്ചയായും സകല പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിക്കും. Shall we pray right now? നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. Father, thank you, Lord, for your protection. പിതാവേ, അങ്ങയുടെ സംരക്ഷണത്തിന് നന്ദി. We are surrounded by evil people, Father. കർത്താവെ, ഞങ്ങൾക്ക് ചുറ്റിലും ദുഷ്ടന്മാരായ മനുഷ്യരുണ്ട്. But we cling on to you. എന്നാൽ കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പറ്റിച്ചേരുന്നു. You are our only hope. അങ്ങാകുന്നു ഞങ്ങളുടെ ഏക പ്രത്യാശ. Do everything for us. ഞങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്യണമേ. Look unto your children. അങ്ങയുടെ മക്കളെ അങ്ങ് നോക്കണമേ. Those who are surrounded by evil, Lord, protect them. തിന്മകളാൽ ചുറ്റപ്പെട്ടവരെ കർത്താവെ അങ്ങ് സംരക്ഷിക്കണമേ. Lord, be with them. കർത്താവെ അവരോടൊപ്പം ആയിരിക്കണം. Guide them and lead them and bless them, Father. കർത്താവെ അവർക്ക് മാർഗനിർദ്ദേശം നൽകണമേ, അവരെ നയിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.